നമസ്കാരം. ഇറാന്റെ ആണവമോഹങ്ങൾക്ക് അന്ത്യമിടാനുറച്ച് അമേരിക്ക പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വെറും 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം അത്യാധുനിക പോർ വിമാനങ്ങളെ ഇറാൻ അതിർത്തിയിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം തങ്ങളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തെ വിറപ്പിക്കുന്ന F-22 റാപ്റ്റർ സ്റ്റെൽത്ത് വിമാനങ്ങൾ മുതൽ F-35 വരെ ഇറാന്റെ ആകാശത്ത് വട്ടമിടുമ്പോൾ അത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ആക്രമണത്തിന്റെ സൂചനയായിട്ടാണ് ലോകം കാണുന്നത്. ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള വിമാനങ്ങൾ കൂടി സജ്ജമാക്കിയതോടെ ഏത് നിമിഷവും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുവാൻ അമേരിക്ക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചന. കരയിലും ആകാശത്തും മാത്രമല്ല, കടലിലും ഇറാനെ ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്കൻ നീക്കം. സാധാരണയായി ഒരു വിമാനവാഹിനി കപ്പലാണ് ഒരു മേഖലയിൽ അമേരിക്ക വിന്യസിപ്പിക്കാറുള്ളത്. എന്നാൽ USS ജൊറാൾഡ് ഫോർഡും USS എബ്രഹാം ലിങ്കണും ഒരേ സമയം ഇറാനു ചുറ്റും നിലയുറപ്പിക്കുന്നത് യുദ്ധതന്ത്രത്തിന്റെ ഒരു വമ്പൻ നീക്കമാണ്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളുടെ രാജാവെന്നറിയപ്പെടുന്ന USS ജൊറാൾഡ് 6 ഫോർഡ് അറ്റ്ലാന്റിക്കിൽ നിന്ന് ഇറാൻ തീരത്തേക്ക് കുതിക്കുകയാണ്. നിലവിൽ അറബിക്കടലിൽ കരുത്തു കാട്ടുന്ന USS അബ്രഹാം ലിങ്കന് പുറമെയാണ് ഇത്. 2 സൂപ്പർ വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം ഇറാന്റെ മുന്നിൽ അണിനിരക്കുമ്പോൾ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ഉപരോധമായി മാറും. 3 ഡിസ്ട്രോയർ കപ്പലുകളുടെ അകമ്പടിയോടെയുള്ള ഈ പടയൊരുക്കം ഇറാന്റെ നാവിക കരുത്തിനെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ്. അമേരിക്ക വിന്യസിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ വെറും പ്രദർശനത്തിനുള്ളതല്ല, മറിച്ച് ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുവാൻ ശേഷിയുള്ളവയാണ്. ലോകത്തെ ഏറ്റവും മികച്ച 5ാം തലമുറ പോർവിമാനമായ F-22 റാപ്റ്റർ ഉപയോഗിക്കുന്നതിലൂടെ ഇറാന്റെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ തന്നെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ബോംബിടുവാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇതിനു പുറമെ മേഖലയിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങൾ വിന്യസിച്ചത് സൂചിപ്പിക്കുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ട്രംപ് ഭരണകൂടം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതാണ്. നയതന്ത്ര ചർച്ചകളിൽ വിട്ടുവീഴ്ചകളില്ലെന്ന ഇറാന്റെ വാശിയാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ട്രംപിന്റെ വിശ്വസ്തരായ ജാരഡ് കുഷ്നർ ഉൾപ്പെടെയുള്ളവർ ജനീവയിൽ ചർച്ചകൾ തുടരുന്നുവെങ്കിലും മറുവശത്ത് വൈസ് പ്രസിഡന്റ് JD വാൻസ് യുദ്ധത്തിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇറാൻ അതിർവരമ്പുകൾ ലംഘിച്ചാൽ അടുത്തത് സൈനിക നടപടിയായിരിക്കുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയെ ഒരു സ്ഫോടകാത്മക വ്യവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു വൻ യുദ്ധത്തിനാകും വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കുക. അമേരിക്കയുടെ ഈ ഭീമൻ പടയൊരുക്കത്തിന് മുന്നിലും പതറില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ സജ്ജമാക്കി ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കടലിന്റെ ആഴത്തിലേക്ക് അയക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ആഴത്തിലുള്ള അലി ഖമേനി നൽകിയ മുന്നറിയിപ്പ് മേഖലയിലെ സംഘർഷം ഇരട്ടിയാക്കുന്നുണ്ട്. വരും ആഴ്ചകളിലെ ഓരോ മണിക്കൂറും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒന്നുകിൽ വലിയൊരു കീഴടങ്ങൽ, അല്ലെങ്കിൽ ലോകം പിടിച്ചെടുക്കുന്ന ഒരു മഹായുദ്ധം. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.